ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ 11th ക്ലാസ്സിലുള്ള 4th യൂണിറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ലൈറ്റിൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ അല്ലേ, ലൈറ്റ് ആൻഡ് വാട്ടറിൻ്റെ പ്രസൻസിൽ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഷുഗർ അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഫോട്ടോസിന്തസിസ്. ഇത് എവിടെയാണ് നടക്കുക? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെൽ ഓർഗനലിലാണ് നടക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പിഗ്മെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിഗ്മെന്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇത് കൂടാതെ ഒരു ബൈ പ്രൊഡക്റ്റും കൂടി റിലീസ് ആവുന്നുണ്ട്, അതാണ് എന്ത്, ഓക്സിജൻ. സോ ഇത്രയും പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ photosynthesis. ഫോട്ടോസിന്തസിസിൽ നമ്മൾ പറഞ്ഞു ലൈറ്റ്, വാട്ടർ, chlorophyll pigments in chloroplast, ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ 2 റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നടക്കുന്ന റിയാക്ഷനാണ് ലൈറ്റ് റിയാക്ഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ, ലൈറ്റ് വേണം. സോ എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? അവരാദ്യം ലൈറ്റിൽ നിന്നും എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആക്കി മാറ്റും. എന്നിട്ട് ഈ കെമിക്കൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ അബ്സോർബ് ചെയ്ത് അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും, അല്ലെങ്കിൽ അവരുടെ ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽ എന്താണോ അതാക്കി മാറ്റും. ഓക്കെ, സോ അങ്ങനെ 2 റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് നടക്കുന്ന റിയാക്ഷൻ പറയുന്ന പേരാണ് ലൈറ്റ് റിയാക്ഷൻ. എന്താണ് ലൈറ്റ് റിയാക്ഷൻ? അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുക എന്താണ്, ലൈറ്റ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ, ഇൻവോൾവ് ആണ്. അപ്പോൾ സോ ലൈറ്റ് ഡ്രിവൺ റിയാക്ഷനെയാണ് നമ്മൾ പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ, അതായത് ലൈറ്റ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ്. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ. ആ റിയാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് ഡാർക്ക് റിയാക്ഷൻ. പക്ഷെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ വിചാരിക്കരുത് ഇത് ഡാർക്ക്നെസ്സിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ ആണ് എന്ന് അല്ല. ഓക്കെ, ഡാർക്ക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ലൈറ്റ് ആണ്. ഡാർക്ക് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻഡയറക്ട്ലി ഡിപ്പെൻഡിങ് ഓൺ ലൈറ്റ്. അപ്പോൾ അതായത് ഈ ഡാർക്ക് റിയാക്ഷനും ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയറക്ട്ലി ലൈറ്റിൻ്റെ ആവശ്യം അവർക്കില്ല. ഓക്കെ, സോ ഇൻ ദിസ് ലെക്ചർ നമ്മൾ എന്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, ലൈറ്റ് റിയാക്ഷനെയാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലൈറ്റ് റിയാക്ഷനിൽ ഞാൻ പറഞ്ഞു ലൈറ്റ് എനർജീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഓക്കെ, സോ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തതുകൊണ്ട് അതിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ലൈറ്റ് റിയാക്ഷൻ. സോ ഇതെവിടെയാണ് നടക്കാന്ന് നമുക്ക് നോക്കാം അല്ലേ. സോ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒരു സെൽ ഓർഗനൽ ഉണ്ട് ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിൽ കിച്ചണുള്ള പോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു സെൽ ഓർഗനൽ ഉണ്ട്. അതാണ് എന്ത്, പ്ലാന്റ്സിൻ്റെ കേസിൽ. ഓക്കെ, സോ അതാണ് എന്ത്, ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, സോ ക്ലോറോപ്ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണല്ലേ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ. സോ ക്ലോറോപ്ലാസ്റ്റിന് എന്തുണ്ട്, 2 മെംബ്രെയിൻ ഉണ്ട്. ആ 2 മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഒരു മെട്രിക്സ് കാണാൻ പറ്റും, ഹോമോജിനസ് ആയിട്ടുള്ള മെട്രിക്സ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രോമ എന്ന് പറയാം. ഓക്കെ, ഈ സ്ട്രോമയിൽ നിങ്ങൾക്ക് കുഞ്ഞി സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഓരോ സാക്സും ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. സോ ആ
അടുക്കി വെച്ചിട്ടുള്ള പൈൽ ഓഫ് കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്നാണ് പറയാ. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രാനം എന്ന് പറയാ അല്ലേ. സോ ദേ ആർ ഗ്രാനം. ഓരോന്നിനെ ഗ്രാനം എന്ന് പറയും, അതിന്റെ പ്ലൂറൽ ആണ് ഗ്രാന. ഓക്കെ, ആ ഒരു ഗ്രാനമിൽ തന്നെ നിങ്ങൾക്ക് കാണാം കുറേ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടല്ലേ. ആ ഓരോ സാക്കിനെയും പറയുന്ന പേരാണ് എന്ത്? തൈലക്കോയിഡ്സ്. ഓക്കെ, ഈ ഓരോ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെയും പറയുന്ന പേരാണ് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സ്. ഈ തൈലക്കോയിഡും മെംബ്രെയിൻ ബൗണ്ട് ആണ്. അപ്പോൾ ഒരു മെംബ്രെയിൻ ഉണ്ട് അവിടെ, തേർഡ് മെംബ്രെയിൻ സിസ്റ്റം ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് പറയാ. ഈ തൈലക്കോയിഡിന്റെ മെംബ്രെയിനിൽ നിങ്ങൾക്ക് എന്ത് കാണാം? പിഗ്മെന്റ്സ് കാണാം. പിഗ്മെന്റ്സ് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ഉണ്ടാവുക, പിഗ്മെന്റ്സ് ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ആ ഗ്രൂപ്പ് ഓഫ് പിഗ്മെന്റ്സ് ഹു ഹെൽപ്പ് ഇൻ ലൈറ്റ് എനർജി അബ്സോർപ്ഷൻ, ആ ഗ്രൂപ്പ് ഓഫ് പിഗ്മെന്റ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിസ്റ്റം. ഫോട്ടോസിസ്റ്റം. ഫോട്ടോസിസ്റ്റം എന്താണ്? Group of pigments. Group of pigments which helps in the absorption of light energy. Okay, അതായത് ആ ഗ്രൂപ്പ് ഓഫ് പിഗ്മെന്റ്സിന്റെ നടുവിൽ ഏറ്റവും നടുവിലുള്ള ആരാണ്? ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എനെയാണ് നമ്മൾ പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സോ ക്ലോറോഫിൽ എ ആണ് മെയിൻ ആൾ. ഓക്കെ, സോ ക്ലോറോഫിൽ എ എപ്പോഴും എവിടെയായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക? നടുവിൽ. ഈ ക്ലോറോഫിൽ എന് ചുറ്റുമായിട്ട് ആരുണ്ടാവും? ആക്സസറി പിഗ്മെന്റ്സ് ഉണ്ടാവും. ചുറ്റായിട്ടും ആക്സസറി പിഗ്മെന്റ്സ് ഉണ്ടാവും. ഇതാണ് ആക്സസറി പിഗ്മെന്റ്സ്. ഈ ആക്സസറി പിഗ്മെന്റ്സിനെ നമ്മൾ ഷീൽഡ് പിഗ്മെന്റ്സ് എന്ന് പറയും. കാരണം അവർ ഫോട്ടോ ഓക്സിഡേഷൻ ഓഫ് ക്ലോറോഫിൽ എ പിഗ്മെന്റിനെ തടയും, പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവരെ ഷീൽഡ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് പ്രൊട്ടക്ടിങ് ദ ക്ലോറോഫിൽ എ ഓർ പ്രിവെന്റിങ് ദ ഫോട്ടോ ഓക്സിഡേഷൻ ഓഫ് ക്ലോറോഫിൽ എ. പോരാത്തതിന് ഇവരെ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? ലൈറ്റ് എനർജി ഒറ്റയ്ക്ക് ക്ലോറോഫിൽ എ അബ്സോർബ് ചെയ്യുന്നതിനെക്കാട്ടിയും എഫിഷ്യൻ്റ് ആണ് എല്ലാ പിഗ്മെന്റ്സും ഒരുമിച്ച് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ്, റേഞ്ചസ് ഓഫ് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത്രയും എനർജി അവർക്ക് കൂടുതലാണ് കിട്ടുന്നത് അല്ലേ. ആ അബ്സോർബ് ചെയ്ത എനർജി ഒക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്ലോറോഫിൽ ബി അല്ലെങ്കിൽ കെറോട്ടിനോയിഡ് പിഗ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ ഇവർ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് എനർജി ഒക്കെ ഇവർ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് ഫൈനലി ഇറ്റ് റീച്ചസ് ക്ലോറോഫിൽ എ. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ആർക്കാണ് എനർജി കിട്ടുക? ക്ലോറോഫിലെ. ക്ലോറോഫിലെയാണ് മെയിൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് അല്ലെങ്കിൽ പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലോറോഫിലെ ആയിരിക്കും റെസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ്, ലൈറ്റ് റിയാക്ഷന് വേണ്ടിയിട്ട് സഹായിക്കാൻ പോകുന്നത്. സോ ഈ ഫോട്ടോ സിസ്റ്റം എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി ഈ ഫോട്ടോ സിസ്റ്റം രണ്ടെണ്ണം ഉണ്ട്. ഫോട്ടോ സിസ്റ്റം 1, ഫോട്ടോ സിസ്റ്റം 2. എന്താണ് ഈ ഫോട്ടോ സിസ്റ്റം 1 and 2? അവരുടെ ഡിസ്കവറി അനുസരിച്ചിട്ടാണ് 1, 2 എന്ന് കൊടുത്തത്, അല്ലാതെ അവരുടെ പാർട്ടിസിപ്പേഷൻ ഇൻ ഫോട്ടോസിന്തസിസ് അനുസരിച്ചിട്ടല്ല. ഓക്കെ, ഫസ്റ്റ് ഡിസ്കവർ ചെയ്തതിന് ഫോട്ടോ സിസ്റ്റം 1, നെക്സ്റ്റ്ലി ഡിസ്കവർ ചെയ്തതിന് ഫോട്ടോ സിസ്റ്റം 2 എന്നാണ് പറയാ. ഓക്കെ, സോ എന്താണ് ഇവരുടെ വ്യത്യാസം? PS1 ഉണ്ട്, PS2 ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഫോട്ടോ സിസ്റ്റമിന്റെ ഏറ്റവും നടുവിൽ ആരാണ്? ക്ലോറോഫിൽ എ ആണ്. അപ്പം ഈ രണ്ട് ഫോട്ടോ സിസ്റ്റമിന്റെയും നടുവിൽ ആരുണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട് അല്ലേ. അപ്പം ഈ ഫോട്ടോ സിസ്റ്റം 1ന്റെ ക്ലോറോഫിൽ എ മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് വേവ് ലെങ്ത് ഏതാണ്? 700 നാനോമീറ്റർ ആണ്. സോ 700 നാനോമീറ്റർ വേവ് ലെങ്ത് ആണ് എന്ത്? മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി വേവ് ലെങ്ത്. പക്ഷെ വാട്ട് അബൌട്ട് PS2? PS2ന് മാക്സിമം 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് എനർജീനെ മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇവരുടെ ഡിഫറൻസ്. ഇത് മാത്രമല്ല അവരുടെ പൊസിഷനിലും ചില ഡിഫറൻസസ് ഉണ്ട്. ഫോട്ടോ സിസ്റ്റം 2 എപ്പോഴും, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്കിംഗ് ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ, ഒരു സിംഗിൾ തൈലക്കോയിഡ് ആണിത്. ഓക്കെ, സോ ഇതാണ് ഒരു സിംഗിൾ തൈലക്കോയിഡ്. ഇതുപോലെ ഒരുപാട് തൈലക്കോയിഡ് വന്നിട്ടാണ് ഒരു ഗ്രാനം ഉണ്ടാവുക. സോ ഒരു സിംഗിൾ തൈലക്കോയിഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം? PS2
PS2 എപ്പോഴും ടുവേർഡ്സ് ദ ല്യൂമൻ ആയിരിക്കും. ഓക്കെ, PS2 വിൽ ബി ടുവേർഡ്സ് ദ ല്യൂമൻ. PS1 ആണെങ്കിലോ PS1 വിൽ ബി ടുവേർഡ്സ് ദ സ്ട്രോമ. ഓക്കെ, ഇതിൻ്റെ റീസൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സോ PS2 ആൻഡ് PS1 അവരുടെ ലൊക്കേഷനും മനസ്സിലായി അല്ലേ? അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഈ ഫോട്ടോ സിസ്റ്റംസിൻ്റെ ഹെൽപ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാർക്ക് റിയാക്ഷൻ ഉണ്ട്. വേർ വിൽ ഡാർക്ക് റിയാക്ഷൻ ഒക്കെ? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് മെട്രിക്സ്, അതായത് സ്ട്രോമയിലാണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഹോമോജനസ് മാസ് ഉണ്ട് അല്ലേ? ആ മെട്രിക്സ് അല്ലെങ്കിൽ സ്ട്രോമയിൽ നിന്നാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസ് ആവുന്നതല്ലേ ഡാർക്ക് റിയാക്ഷൻ. അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്? എൻസൈംസിൻ്റെ ആവശ്യമുണ്ട്. ഈ എൻസൈംസ് എവിടെയാണ് പ്രസൻറ്റ് ആയിട്ടുണ്ടാവുക? സ്ട്രോമയിലാണ് പ്രസൻറ്റ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി ലൈറ്റ് ഡ്രിവൺ. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പിഗ്മെന്റ്സ് ഉണ്ട്. ഫോട്ടോ സിസ്റ്റം ആയിട്ടാണ് അവർ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? ഇനി ഈ ഫോട്ടോ സിസ്റ്റംസ് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് റിയാക്ഷൻ രണ്ട് തരത്തിൽ നടക്കാം. ഓക്കെ, ബേസിക്കലി ലൈറ്റ് റിയാക്ഷനെ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്നും കൂടി പറയാം. എന്താണ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ? ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്തുകൊണ്ടാണ് ഇതിനെ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്? കാരണം ഫോട്ടോ വെച്ചാൽ എന്താണ്? ഫോട്ടോ മീൻസ് ലൈറ്റ് അല്ലെ? ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ട്. ആ കെമിക്കൽ എനർജീൻ്റെ ഫോം ഏതാണ്? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷൻ എന്ത് നടക്കുന്നുണ്ട്? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ആഡ് ആയിട്ട് അത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയി മാറുന്നു. ആ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ടു ഡൈഫോസ്ഫേറ്റ് ടു ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതിനെയാണ് എന്ത് പറയുക? ഫോസ്ഫോറൈലേഷൻ. ഈ ഫോസ്ഫോറൈലേഷൻ നടക്കുന്നത് ലൈറ്റിന്റെ പ്രസൻസിലായതുകൊണ്ടാണ് ഇതിനെ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോഫോസ്ഫോറൈലേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. നോൺ സൈക്ലിക് ഉണ്ട്, നോൺ സൈക്ലിക് ആൻഡ് സൈക്ലിക്. ഇനി എന്താ ഇവരുടെ വ്യത്യാസം? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ ആകെ ഒരു ഫോട്ടോ സിസ്റ്റം മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ആ ഫോട്ടോ സിസ്റ്റം ആണ് PS1. PS1 മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആണെന്ത്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഇനി നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ ബോത്ത് PS1 ആൻഡ് PS2 ഇൻവോൾവ് ആണ്. ഓക്കെ, PS1ഉം PS2ഉം ഇൻവോൾവ് ആണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ. പക്ഷേ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ ആകെ PS1 മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. പോരാത്തതിന് ഇനിയും കുറേ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ ATP സിന്തസിസ് നടക്കും, പക്ഷേ NADPH റെഡ്യൂസിങ് പവർ, ഓക്കെ, ഡാർക്ക് റിയാക്ഷനിലേക്ക് വേണ്ടിയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ് ആര്? NADPH. ആ NADPH സിന്തസിസ് എവിടെ നടക്കില്ല? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ നടക്കില്ല. പക്ഷെ എവിടെ നടക്കും? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ നടക്കും. സോ ഇവിടെ ATPയും ഉണ്ടാവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം NADPHും ഉണ്ടാവുന്നുണ്ട്. രണ്ടും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. എവിടെ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ. ക്ലിയർ? സോ ഇതാണ് ചില വ്യത്യാസങ്ങൾ. നമുക്ക് ഇൻ ഡീറ്റെയിൽ പോകാം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിലേക്കും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിലേക്കും. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. സോ ഫോട്ടോസിസ്റ്റം 2 ആണ് ഫസ്റ്റ് വർക്ക് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ് ഓർത്ത് വെക്കണം. ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2 എന്നുള്ള പേര് വരാനുള്ള റീസൺ അവരുടെ പാർട്ടിസിപ്പേഷൻ ആദ്യം ഫോട്ടോസിസ്റ്റം 1 ആയതുകൊണ്ടല്ല, അവരുടെ ഡിസ്കവറി അനുസരിച്ചിട്ടാണ്. സോ ഇവിടെ ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ? PS2 ആണ്. PS2ന്റെ റിയാക്ഷൻ സെന്റർ എന്ന് വെച്ചാൽ നടുവിലുള്ള ആ ക്ലോറോഫിൽ A, ആ റിയാക്ഷൻ സെന്റർ എന്ന് നമ്മൾ പറയുന്നതാണ്
P680. എന്തുകൊണ്ടാ അവർ അബ്സോർപ്ഷൻ പീക്ക് കാണിക്കുന്നത് 680 നാനോമീറ്ററിലാണ്. അതായത് മാക്സിമം എഫിഷ്യന്റ് അബ്സോർപ്ഷൻ കാണിക്കുന്നത് 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിലാണ്. സോ ഇതിന് ചുറ്റും ആരുണ്ട്? ആക്സസറി പിഗ്മെന്റ്സും ഉണ്ട്. ഓക്കെ, ആക്സസറി പിഗ്മെന്റ്സ് ഞാൻ ഇവിടെ വരക്കണില്ല, വരച്ചാൽ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട്. ഓക്കെ, സോ PS2 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ മാക്സിമം അബ്സോർബ് ചെയ്യുന്ന ഒരു ഫോട്ടോ സിസ്റ്റം ആണ്. സോ ഇവിടെ ആക്സസറി പിഗ്മെന്റ്സ് ഒക്കെ ഡിഫറെന്റ് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഫൈനലി PS2 റിയാക്ഷൻ സെന്റർ ആയ P680യിലേക്ക് കൊടുക്കും. ഈ P680ക്ക് എനർജി കിട്ടുമ്പോൾ, ലൈറ്റ് എനർജി കിട്ടുമ്പോൾ, ഇവിടെയുള്ള ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യും? അവർ എക്സൈറ്റഡ് ആയിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോകും. ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോയി. ഓക്കെ, സോ ഇവിടെയുള്ള ഇലക്ട്രോൺ പെയർ, അതായത് ക്ലോറോഫിൽ എ P680യിലുള്ള ഒരു ഇലക്ട്രോൺ പെയർ എക്സൈറ്റഡ് ആയിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോൺ പോയപ്പോൾ ഒരു വേക്കൻസി ഉണ്ട് അല്ലെ, ഇലക്ട്രോൺ ഹോൾ ഫോർമേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺ ഹോൾ ഫോം ചെയ്തത് എന്ത് ചെയ്യണം? ആരെങ്കിലും വന്ന് നിറച്ചു കൊടുക്കണം അല്ലെ. ഇവിടുന്ന് ഇലക്ട്രോൺ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഈ വേക്കൻസി ഫില്ല് ചെയ്യണം. ഇവിടെ ഫില്ല് ചെയ്യുന്ന ആൾ ആരാ? വാട്ടർ മോളിക്യൂൾ. 2H2O എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 4H+ പ്രോട്ടോൺസ് ഉണ്ടാക്കും, 4 ഇലക്ട്രോൺസ് ഉണ്ടാക്കും ആൻഡ് ഓക്സിജൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ത് റിലീസ് ആവുന്നുണ്ട്? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഓക്സിജൻ റിലീസ് ആവുന്നുണ്ട്. ഇവിടെയാണ് ഓക്സിജൻ റിലീസ് ആവുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറഞ്ഞിരുന്നു, വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പോയ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ ഫോട്ടോസിന്തസിസ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് ഈ 4 ഇലക്ട്രോൺസിൽ നിന്നും ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെ പോയി ഫില്ല് ചെയ്യും, ആ ഇലക്ട്രോൺ ഹോൾ പോയി ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഈ ഹയർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺ ചെയ്യുക? ബേസ്ഡ് ഓൺ ദ റിഡോക്സ് പൊട്ടൻഷ്യൽ കുറേ ഇലക്ട്രോൺ കാരിയേഴ്സിലേക്ക് അത് പോകും. ഓക്കെ, പാസ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? അപ്പൊ എന്താണ് ഈ റിഡോക്സ് പൊട്ടൻഷ്യൽ? ഒരു കെമിക്കൽ സ്പീഷീസിന് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് റെഡ്യൂസ്ഡ് ആവാനുള്ള പൊട്ടൻഷ്യൽ, അതാണ് റിഡോക്സ് പൊട്ടൻഷ്യൽ. അണ്ടർസ്റ്റുഡ്? സോ ഈ ഇലക്ട്രോണിനെ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ് ആര്? ഫിയോഫൈറ്റിൻ. ഫിയോഫൈറ്റിൻ എന്ത് ചെയ്യുന്നു? ഫിയോഫൈറ്റിൻ ഈ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തു, കാരണം അവർക്ക് എന്തുണ്ട്? നല്ല റിഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി ഫിയോഫൈറ്റിന്റെ കാട്ടിയും റിഡോക്സ് പൊട്ടൻഷ്യൽ ആർക്കുണ്ട്? പ്ലാസ്റ്റോക്വിനോണിനുണ്ട്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇത് ആർക്ക് കൊടുക്കും? പ്ലാസ്റ്റോക്വിനോണിലേക്ക് ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റോക്വിനോണിനാണ് കൂടുതൽ റിഡോക്സ് പൊട്ടൻഷ്യൽ. അപ്പോൾ റിഡോക്സ് പൊട്ടൻഷ്യൽ സ്കെയിലിലാണ് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരാണ്? ഫിയോഫൈറ്റിൻ. ഈ ഫിയോഫൈറ്റിൻ ആർക്ക് ഇലക്ട്രോൺ കൊടുക്കും? പ്ലാസ്റ്റോക്വിനോണിലേക്ക് ഇലക്ട്രോൺ കൊടുക്കും. ഈ പ്ലാസ്റ്റോക്വിനോൺ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റോക്വിനോണിന് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? സ്ട്രോമയിൽ നിന്ന്, അതായത് ഇവിടെ പിഗ്മെന്റ് പ്രസന്റ് ആയിട്ടുള്ളത് തൈലക്കോയ്ഡ് മെംബ്രെയിനിലാണ്, അത് ഓർക്കണം, ഇവിടെ ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു മെംബ്രെയിൻ ആണ്, അതിന് പുറത്ത് ആരാണ് ഉള്ളത്? സ്ട്രോമയാണുള്ളത് അല്ലേ. അപ്പൊ സ്ട്രോമയിൽ നിന്നും അവരെന്ത് ചെയ്യും? പ്രോട്ടോൺസിനെ എടുക്കും. അപ്പോൾ ഇലക്ട്രോൺ കിട്ടുമ്പോൾ പ്ലാസ്റ്റോക്വിനോൺ എന്തും കൂടി എടുത്തു? പ്രോട്ടോണിനെയും കൂടി എടുത്തു. അപ്പോൾ പ്രോട്ടോണിനെയും കൂടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റോക്വിനോൺ കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് ഫോം ആക്കി മാറും. ഇനി ഈ ഇലക്ട്രോൺ ഇയാൾ ആർക്ക് കൊടുക്കും? അടുത്ത ഇലക്ട്രോൺ കാരിയർ ആയിട്ടുള്ള സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്ക് കൊടുക്കും. സൈറ്റോക്രോം B6F കോംപ്ലക്സ്. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും സൈറ്റോക്രോം B6F കോംപ്ലക്സിന് കൂടുതൽ
റിഡോക്സ് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ എവിടത്തേക്ക് എത്തി? സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്ക് എത്തി അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ കിട്ടിയപ്പോൾ പ്രോട്ടോണിനെ എടുത്തു. ഇനി ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ പ്രോട്ടോണിനെയും കൊടുക്കും. പക്ഷെ പ്രോട്ടോണിനെ എവിടത്തേക്കാണ് കൊടുക്കുക? സ്ട്രോമയിലേക്കല്ല, ബട്ട് ലുമെനിലേക്ക്. എന്താണ് ലുമെൻ? ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചിരുന്നു അല്ലേ, ഇതാണ് ഒരു തൈലക്കോയിഡ് എങ്കിൽ ഇവിടെ PS2 ഉണ്ട്, ഇവിടെ PS1 ഉണ്ട് അല്ലേ. ഈ PS2ലാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടുന്ന് പ്രോട്ടോൺ എടുത്തു, അതായത് സ്ട്രോമയിൽ നിന്നും പ്രോട്ടോൺ എടുത്തു. ആ എടുത്ത സ്ട്രോമയിലുള്ള പ്രോട്ടോണിനെ എവിടത്തേക്കാണ് അവർ വിടുക? ലുമെനിലേക്ക്. ലുമെൻ എന്താണ്? തൈലക്കോയിഡിന്റെ ഉള്ളിൽ നിൽക്കുന്ന സ്പേസിനെയാണ് നമ്മൾ ലുമെൻ എന്ന് പറയാ. അപ്പോൾ സ്ട്രോമയിലുള്ള പ്രോട്ടോണിനെ എടുത്തുകൊണ്ട് അത് റെഡ്യൂസ്ഡ് ആയി ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്ക് കൊടുക്കുമ്പോൾ ഈ പ്രോട്ടോണിനെ ഇവർ ലുമെനിലേക്ക് കൊടുക്കും. അപ്പം എന്തായി? പ്രോട്ടോൺ സ്ട്രോമയിൽ നിന്നും ലുമെനിലേക്ക് വരാൻ തുടങ്ങി. മനസ്സിലായോ? പോരാത്തതിന് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്തല്ലേ, ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ എന്ത് നടന്നത്? ഇലക്ട്രോൺ ഹോൾ, വേക്കൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഹോളിനെ ഫിൽ ചെയ്തത്. സോ വാട്ടർ സ്പ്ലിറ്റിംഗ്, അതിന് പറയുന്ന പേരാണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. ഓക്കെ, ലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ആവുന്നു. ഈ വാട്ടർ സ്പ്ലിറ്റിംഗും എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടോൺസിനെ ല്യൂമനിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ എന്താ? ലുമെനിലുള്ള പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുകയാണ് അല്ലേ. ഇനി പ്രോട്ടോൺ ഉള്ളിലേക്ക് വന്നപ്പോൾ പ്രോട്ടോൺ ഇവിടെ സ്ട്രോമയിൽ കുറഞ്ഞു അല്ലേ. സോ ഇത് ഓർത്ത് വെക്കാം. ഇനി സൈറ്റോക്രോം B6F കോംപ്ലക്സിൽ നിന്നും ഇലക്ട്രോൺ പെയർ അഗെയിൻ എവിടത്തേക്ക് പോകും? പ്ലാസ്റ്റോ സയാനിലേക്ക് പോകും. പ്ലാസ്റ്റോസയാനിൻ അടുത്ത ഇലക്ട്രോൺ കാരിയർ ആണ്. പ്ലാസ്റ്റോസയാനിൻ ആണ് സൈറ്റോക്രോം B6F കോംപ്ലക്സിനേക്കാളും കൂടുതൽ റിഡോക്സ് പൊട്ടൻഷ്യൽ ഉള്ളത്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ആ ഇലക്ട്രോൺ പെയറിനെ എടുത്തു. ഈ പ്ലാസ്റ്റോസയാനിൻ എന്ത് ചെയ്യും? ഇനി ഈ ഇലക്ട്രോൺസിനെ PS1, അതായത് നമ്മുടെ അടുത്ത ഫോട്ടോസിസ്റ്റമായ PS1ലേക്ക് ഇലക്ട്രോൺ പെയറിനെ കൊടുക്കും. സോ ഇത് ഞാൻ വരച്ചില്ലേ, താഴേക്കാണ് ഇങ്ങനെ ഒരു ഡൗൺ ഹിൽ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡൗൺ ഹിൽ മൂവ്മെന്റ്? ഒരു ഇലക്ട്രോൺ കാരിയറിൽ നിന്നും അടുത്ത ഇലക്ട്രോൺ കാരിയറിലേക്ക് പോകുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അത് ലൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ എനർജി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഇലക്ട്രോൺ PS1ലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ PS1ഉം എന്താണ്? PS1 is also what? ഒരു ഫോട്ടോസിസ്റ്റം അല്ലേ. സോ ഫോട്ടോസിസ്റ്റം എന്ത് ചെയ്യും? പിഗ്മെന്റ്സ് ആണ്. അവരെന്ത് ചെയ്യും? ലൈറ്റ് അബ്സോർബ് ചെയ്യും അല്ലേ. ലൈറ്റ് അബ്സോർബ് ചെയ്തു. PS1 ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്താവും? ഈ എത്തിയിട്ടുള്ള ഇലക്ട്രോൺ പെയർ പിന്നെയും എക്സൈറ്റഡ് ആവും. ഓക്കെ, അഗെയിൻ എന്ത് നടക്കും? എക്സൈറ്റേഷൻ ഓഫ് ദ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ പെയർ എക്സൈറ്റഡ് ആയി. ഈ ഇലക്ട്രോൺ പെയർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യും? അടുത്ത ഇലക്ട്രോൺ കാരിയേഴ്സ് വഴി ഫെറഡോക്സിൻ എന്ന് പറഞ്ഞ മോളിക്യൂളിലേക്ക് എത്തും. ഫെറഡോക്സിനിൽ നിന്നും അത് എങ്ങോട്ടേക്ക് പോകും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈം, ഫെറഡോക്സിൻ NADP റിഡക്ടേസ് എൻസൈം. ഫെറഡോക്സിൻ NADP റിഡക്ടേസ് എൻസൈം. ഫെറഡോക്സിൻ NADP റിഡക്ടേസ് എൻസൈമിന് നമ്മൾ FNR എന്നും പറയും. ഓക്കെ, ഷോർട്ട് ഫോമിൽ. അപ്പോൾ ഫെറഡോക്സിൻ NADP റിഡക്ടേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഇത് ആർക്ക് കൊടുക്കും? NADP+ കൊടുക്കും. അതായത് ഫെറഡോക്സിനിൽ എത്തിയിട്ടുള്ള ഇലക്ട്രോൺ പെയർ എങ്ങോട്ടേക്ക് എൻട്രി ചെയ്യും? NADP+ എൻട്രി ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് എൻസൈം. പേരിൽ തന്നെ ഉണ്ട്, ഫെറഡോക്സിനിൽ നിന്നും NADP ഇലക്ട്രോൺ കൊടുത്തിട്ട് NADPനെ റെഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് അല്ലേ. അപ്പൊ NADP+ ഇപ്പൊ എന്തായി? ഇലക്ട്രോൺ കിട്ടിയല്ലേ. NADP+ന് ഇലക്ട്രോൺ കിട്ടിയപ്പോ NADP+ എന്തിനേയും കൂടി ആക്സെപ്റ്റ് ചെയ്യും? 2 പ്രോട്ടോൺസിനെയും കൂടി ആക്സെപ്റ്റ് ചെയ്യും. എവിടെ നിന്ന്? സ്ട്രോമയിൽ നിന്ന്. അപ്പൊ സ്ട്രോമയിലുള്ള പ്രോട്ടോൺ അഗെയിൻ ഗോട്ട് യൂസ്ഡ് അപ്പ് അല്ലേ. പിന്നെയും സ്ട്രോമയിലുള്ള പ്രോട്ടോൺസിനെ യൂസ് ചെയ്തു. സോ NADP+ എന്തായി മാറി? NADPH
H+ ആയി മാറി. ഓക്കെ, സോ ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ NADPH+H+ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടി പറഞ്ഞിരുന്നു ATP സിന്തസിസ് നടക്കുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ ATP സിന്തസിസ് എവിടെയാണ് നടക്കുക? ഈ സൈറ്റോക്രോം B6F കോംപ്ലക്സ് അല്ലേ, ഈ സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്ക് ഇലക്ട്രോൺ പോകുന്ന സമയത്ത് പ്ലാസ്റ്റോക്വിനോൺ പ്രോട്ടോൺസിനെ ല്യൂമനിലേക്ക് വിട്ടിരുന്നു അല്ലേ. അപ്പൊ എന്ത് നടന്നു? പ്രോട്ടോൺ സ്ട്രോമയിൽ കുറഞ്ഞു, ല്യൂമനിൽ കൂടി അല്ലേ. ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടന്നപ്പോൾ പ്രോട്ടോൺസ് ല്യൂമനിൽ കൂടി. NADPH+H+ ഉണ്ടായപ്പോൾ അഗെയിൻ സ്ട്രോമയിലുള്ള പ്രോട്ടോൺസ് കുറഞ്ഞു. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് കാണാം സ്ട്രോമയിലുള്ള പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറഞ്ഞു, ല്യൂമനിലുള്ള പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടിയിട്ടാണുള്ളത് അല്ലേ. അപ്പം ഇപ്പം നമ്മുടെ ല്യൂമൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരുപാട് പ്രോട്ടോൺസ് ഉണ്ട്. ഓക്കെ, ഇതൊരു തൈലക്കോയിഡ് ആണെങ്കിൽ ഈ തൈലക്കോയിഡിന്റെ ഉള്ളിൽ ഒരുപാട് പ്രോട്ടോൺസ് ഇപ്പോൾ ഉണ്ട്. ഒരുപാട് പ്രോട്ടോൺസ് ഉണ്ട്, പക്ഷേ പുറത്ത് എത്രയുള്ളൂ? കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺസ് ഇസ് ലെസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്രോട്ടോൺസ് ഒക്കെ, അതായത് ഈ ഉള്ളിൽ ല്യൂമൻ്റെ ഉള്ളിലുള്ള ഒരുപാട് പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ, ആ പ്രോട്ടോൺസ് ഒക്കെ സ്ട്രോമയിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കെമിയോസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. പ്രോട്ടോൺ കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം കാരണം ഒരു ചേഞ്ച് അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺസ് നടക്കും ഫ്രം ദ ല്യൂമൻ ടു സ്ട്രോമ. ഓക്കെ, അപ്പൊ അവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അല്ലേ. അപ്പൊ ആര് ഹെൽപ്പ് ചെയ്യും അവരെ? ATP സിന്തേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്. ആ ATP സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം എന്ത് ചെയ്യും? ഈ പെർട്ടിക്കുലർ പ്രോട്ടോൺസ്, ല്യൂമൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിനെ പുറത്തേക്ക് വരാൻ സഹായിക്കും. ഇനി എങ്ങനെയാണ് സഹായിക്കുന്നത്? ഈ ATP സിന്തേസിൽ ഒരു ഭാഗം കാണാം ല്യൂമൻ അല്ലെങ്കിൽ തൈലക്കോയിഡ് മെംബ്രെയിനിൽ എംബെഡഡ് ആണ് അല്ലേ, അവിടെ അറ്റാച്ച്ഡ് ആണ്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗം എന്താ? പുറത്തേക്ക് സ്ട്രോമയിലേക്ക് പ്രൊട്രൂഡിങ് ആണ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംബെഡഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്ന പേരാണ് CF0 പാർട്ടിക്കിൾ, ക്ലോറോപ്ലാസ്റ്റിലുള്ള F0 പാർട്ടിക്കിൾ. ഇനി ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്തിന് പറയുന്നതാണ് CF1 പാർട്ടിക്കിൾ. ഓക്കെ, CF0 CF1 പാർട്ടിക്കിൾ ടുഗെദർ ATP സിന്തേസ് എന്ന് പറയും നമ്മൾ ഇതിനെ. ഈ ഭാഗത്തിന് CF1 പാർട്ടിക്കിൾ എസ്പെഷ്യലി ആക്ട്സ് ലൈക്ക് ATP സിന്തേസ്. എന്തുകൊണ്ടാണ്? CF0 പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഈ പ്രോട്ടോൺസിനൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യും. ആ ചാനൽ വഴി എന്ത് ചെയ്യും? ഈ പ്രോട്ടോൺസ് താഴേക്ക് വരും. ഈ വരുന്ന സമയത്ത് ഈ CF1 പാർട്ടിക്കിളിൽ എന്തുണ്ട്? ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. ആ കൺഫർമേഷണൽ ചേഞ്ച് കാരണം എന്ത് നടക്കും? ADPയിലേക്ക് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ATP ഫോം ചെയ്യും. ATP ഫോം ചെയ്യും. ATP ആണ് നമ്മുടെ എനർജി മോളിക്യൂൾ. ഓക്കെ, സോ ഇങ്ങനെയാണ് ATP സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ATP സിന്തസിസും നടന്നു, NADPH ഫോർമേഷനും നടന്നു. ഓക്കെ, സോ ATP സിന്തസിസ് നടക്കാനുള്ള 3 കാരണങ്ങളായിരുന്നു. ഒന്ന് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ, പിന്നെ pumping of proton from stroma to lumen when the plastoquinone is giving the electron to cytochrome B6F complex. മൂന്നാമത്തേതായിരുന്നു എന്ത്? NADPH ഫോർമേഷൻ. അവിടെ ഇറ്റ് വാസ് യൂട്ടിലൈസിങ് പ്രോട്ടോൺ ഫ്രം സ്ട്രോമ അല്ലേ. പ്രോട്ടോണിനെ സ്ട്രോമയിൽ നിന്ന് യൂസ് ചെയ്തു, അപ്പോൾ സ്ട്രോമയിൽ പ്രോട്ടോൺ കുറഞ്ഞു. ഓക്കെ, അപ്പം ഈ കാരണങ്ങൾ കാരണമാണ് എന്തുണ്ടായത്? ആ ഒരു ഗ്രേഡിയൻ, പ്രോട്ടോൺ ഗ്രേഡിയൻ ഫോം ചെയ്തത്, ബിക്കോസ് ഓഫ് വിച്ച് ATP സിന്തസിസ് നടക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അപ്പോൾ എന്താണ് ഈ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ? ഞാൻ പറഞ്ഞല്ലോ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ എന്ത് നടക്കുന്നില്ല? PS2 ഇൻവോൾവ് അല്ല, ഓൺലി PS1 ആണ് ഇൻവോൾവ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തൈലക്കോയിഡ് മെംബ്രെയിൻ യൂഷ്വലി
ഈ തൈലക്കോയിഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ആരുണ്ടാവും? സ്ട്രോമ ലാമെല്ല ഉണ്ടാവും അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ട്രോമ ലാമെല്ല എന്ന് പറയാം. ഇതിനെയാണ് സ്ട്രോമ ലാമെല്ല എന്ന് പറയാം. ഈ സ്ട്രോമ ലാമെല്ലയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. PS2 പ്രസന്റ് ആയിരിക്കില്ല. PS2 ഇല്ല അവിടെ. അപ്പൊ ആര് മാത്രമേ ഉള്ളൂ ഇവിടെ? PS1 മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? PS1, ഓൺലി PS1. അപ്പൊ എന്ത് നടക്കില്ല? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ അവിടെ നടക്കില്ല. ഇവിടെ എന്താണ് നടക്കുക? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. പോരാത്തതിന് ഇവിടെ ഒരാളും കൂടി ആബ്സെന്റ് ആണ്. ആരാണത്? FNR എന്ന് പറഞ്ഞ എൻസൈമും ഇവിടെ ആബ്സെന്റ് ആണ്. ഓക്കെ, സോ ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ NADPH ഫോർമേഷൻ നടക്കില്ല. കാരണം എന്താ? NADP-യിലേക്ക് ഇലക്ട്രോൺ കൊടുക്കേണ്ട ആളില്ല. ഓക്കെ, സോ FNR ഇല്ലാത്തത് കൊണ്ട് അവിടെ NADPH ഫോർമേഷൻ നടക്കില്ല. സോ എന്താണ് അവിടെ സംഭവിക്കുക നമുക്ക് ഇൻ ഡീറ്റെയിൽ നോക്കാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എളുപ്പമാണ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉള്ളൂ അല്ലേ? സോ PS1 അവരുടെ റിയാക്ഷൻ സെന്റർ ഏതാണ്? P700. ഓക്കെ, സോ P700 680 നാനോമീറ്ററിന്റെ അബവ് വേവ് ലെങ്ത് വരികയാണെങ്കിൽ, അതായത് ലൈറ്റ് ഇന്റൻസിറ്റി കുറവാണെങ്കിൽ ഏത് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആണ് നടക്കുക? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഓക്കെ, സോ P700 വരുന്ന, അതായത് മാക്സിമം വേവ് ലെങ്ത് P700 വരികയാണെങ്കിൽ ഇവിടെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടക്കും. അപ്പൊ എന്താണ്? ഈ ലൈറ്റ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് ഇന്റൻസിറ്റി കുറവുള്ള ലൈറ്റ് വേവ്സ് വരുന്നു. ഓക്കെ, PS1 എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. PS1 അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ പെയർ എക്സൈറ്റഡ് ആവും അല്ലേ? അവർക്ക് ഒരുപാട് എനർജി കിട്ടുമ്പോൾ ഇലക്ട്രോൺ പെയർ ഗെറ്റ്സ് എക്സൈറ്റഡ്. അപ്പോ 2 ഇലക്ട്രോൺ ഗോട്ട് എക്സൈറ്റഡ്. ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയറിനെ നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? PS1-ൽ നിന്നും പോയത് ഇലക്ട്രോൺ കാരിയേഴ്സ് വഴി ഫെറഡോക്സിനിൽ എത്തും എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെയും സെയിം ഫെറഡോക്സിനിലേക്ക് എത്തും. ഓക്കെ, എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർ കുറച്ച് ഇലക്ട്രോൺ കാരിയേഴ്സ് വഴി ഫൈനലി ഫെറഡോക്സിനിൽ എത്തും. പക്ഷെ ഞാൻ പറഞ്ഞു ഫെറഡോക്സിനിൽ നിന്നും അവിടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ NADP+ലേക്കായിരുന്നു പോയത്. കാരണം അവിടെ ഒരു എൻസൈം ഉണ്ടായിരുന്നു, FNR. ഇവിടെ ആരില്ല? ആ FNR എന്ന് പറഞ്ഞ എൻസൈം ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഫെറഡോക്സിനിൽ നിന്നും NADP+ലേക്ക് പോകുന്നതിന് പകരം ഇത് എങ്ങോട്ടേക്ക് പോകും? പ്ലാസ്റ്റോക്വിനോണിലേക്ക് പോകും. ഓക്കെ, പ്ലാസ്റ്റോക്വിനോണിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോഴത്തേക്കും പ്ലാസ്റ്റോക്വിനോൺ എന്ത് ചെയ്യും? സ്ട്രോമയിൽ നിന്നും പ്രോട്ടോൺസിനെയും ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പ്ലാസ്റ്റോക്വിനോൺ എപ്പോഴും എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കിട്ടുമ്പോൾ പ്രോട്ടോണിനെ എടുക്കും. ഓക്കെ, ഈ പ്ലാസ്റ്റോക്വിനോണിനെ ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും? സൈറ്റോക്രോം B6F കോംപ്ലക്സ്. സൈറ്റോക്രോം B6F കോംപ്ലക്സ്. ഈ സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ഈ പ്രോട്ടോണിനെ എവിടത്തേക്ക് കൊടുക്കും? ലുമെനിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഇനി സൈറ്റോക്രോം B6F കോംപ്ലക്സിൽ നിന്നും ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് പോവുക? പ്ലാസ്റ്റോസയാനിൻ. നമ്മൾ നേരത്തെ കണ്ട അതേ പ്രോസസ്സാണ് ഇവിടെ. ഫെറഡോക്സിനിൽ നിന്നും പ്ലാസ്റ്റോക്വിനോണിലേക്ക് പോകുന്നു, പ്ലാസ്റ്റോക്വിനോണിൽ നിന്നും സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്ക് വരുന്നു, അവിടെ നിന്ന് പ്ലാസ്റ്റോസയാനിനിലേക്ക് എത്തുന്നു. പ്ലാസ്റ്റോസയാനിൻ. ഓക്കെ, പ്ലാസ്റ്റോസയാനിനിലേക്ക് വരുന്നു. പ്ലാസ്റ്റോസയാനിനിൽ നിന്നും ഇലക്ട്രോൺ തിരിച്ച് PS1-ലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ കണ്ടു ഇലക്ട്രോൺ PS1-ൽ നിന്നും പോയി അത് തിരിച്ച് PS1-ലേക്ക് എത്തി അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്തില്ല? ഫോട്ടോലൈസിസ് ഓഫ് വാട്ടറിന്റെ ആവശ്യം ഇവിടെ ഇല്ല അല്ലേ? പോയ ഇലക്ട്രോൺ തിരിച്ചു വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ഇവിടെ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടക്കുന്നില്ല.
ഓക്കെ, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? PS1 നിന്നും ഇലക്ട്രോൺ എക്സൈറ്റ് ആയിട്ട് തിരിച്ച് PS1 തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ പ്രോട്ടോൺ പമ്പിങ് നടക്കുന്നുണ്ട്, ബിക്കോസ് ഓഫ് വിച്ച് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഫോർമേഷനും നടക്കും. അതുകൊണ്ട് തന്നെ ATP സിന്തസിസ് ഇവിടെ നടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ല്യൂമിനിൽ നിന്നും പ്രോട്ടോൺസ് പുറത്തേക്ക് സ്ട്രോമയിലേക്ക് വരും ATP സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം വഴി. അപ്പോൾ എന്ത് നടക്കും? ATP സിന്തസിസ് നടക്കും. ഓക്കെ, സോ ATP സിന്തസിസ് നടക്കും, NADPH ഫോർമേഷൻ നടക്കില്ല, ഫോട്ടോലൈസിസ് ഓഫ് വാട്ടറും ഇവിടെ നടക്കില്ല, PS2 എന്ന് പറയുന്ന ഒരു ഫോട്ടോ സിസ്റ്റം ഇവിടെ ഇൻവോൾവ് അല്ല. ഇവിടെ FNR എന്ന് പറഞ്ഞ എൻസൈമും ആബ്സെൻ്റ് ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. സോ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും രണ്ടും നമ്മൾ കണ്ടു ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇതിൻ്റെ ആസ് എ ബൈ പ്രോഡക്റ്റ്, ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടിയത് ആൾക്കാരാണ് ATP ആൻഡ് NADPH. ഈ ATPനെയും NADPHനെയും യൂസ് ചെയ്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുക ഇൻ ദ ഡാർക്ക് റിയാക്ഷൻ ഓർ കാൽവിൻ സൈക്കിൾ. അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിലുള്ള രണ്ട് തരത്തിലുള്ള ലൈറ്റ് റിയാക്ഷൻസ്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, ഇങ്ങനെ രണ്ട് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് ATP ആൻഡ് NADPH ഇൻ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഈ ATPയും NADPHും യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത റിയാക്ഷനിലേക്ക് ഇവർ യൂസ് ചെയ്യുക. ഓക്കെ, ഈ എനർജി അല്ലെങ്കിൽ റിഡോക്സ് റെഡ്യൂസിങ് ഏജൻറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്ര മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു.